നമ്മൾ സിനിമയിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് ജഡ്ജ്മെന്റ് ഉണ്ടാവില്ല. ഇതെങ്ങനെ ഓഡിയൻസ് എടുക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ അച്ഛൻ വന്നിട്ട് ഇതൊന്നും വർക്കാവൂല കേട്ടോ, ഈ സാധനം ആണ്. ആ സമയത്ത് ഞാൻ പറയും നെഗറ്റീവ് അടിപ്പിക്കരുത്, നെഗറ്റീവ് പറയെങ്കിലും പിന്നെ ഞാൻ ആലോചിക്കും അതിനകത്തൊരു പോയിന്റ് ഉണ്ടല്ലോ, അത് ശരിയാണല്ലോ, അങ്ങനെ ആലോചിക്കും. പിന്നെ ചിലത് പറയും നന്നായിട്ടോ. അപ്പൊ എനിക്ക് അച്ഛൻ എന്തെങ്കിലും അത് കൊള്ളാട്ടോ, ആ സാധനം നന്നായി എന്ന് പറയുമ്പോൾ എനിക്ക് ഉള്ളിലൊരു സന്തോഷമാണ്. ഓക്കെ, കോൺഫിഡൻസ്. കാര്യം അത്രയും നല്ലതായതുകൊണ്ടായിരിക്കും അത് നല്ലതെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ആ കുഴപ്പമില്ല അത്രേ അതുണ്ടെങ്കിലാണ് പറയത്തുള്ളൂ. അത്രയും മീൻ ചെയ്ത് പറയുന്ന ഒരു ഇതുണ്ട്. ഇപ്പം ഒരു 11 years ആയിട്ട് അല്ലെങ്കിൽ അതിന് മേലുള്ള ഒരു ഇയേഴ്സിലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, മൂവീസ് പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പം ഒരു പ്രൊഡ്യൂസർക്ക് തീർച്ചയായിട്ടും മണി ഈസ് എ മെയിൻ തിങ്, ഓഫ് കോഴ്സ്. അതല്ലാതെ വളരെ അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? സെൽഫ് റെസ്പെക്റ്റും കോൺഫിഡൻസും, ഈ രണ്ട് സാധനവും മണിയേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് അതാണ്. ഇപ്പം പൈസയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് സിനിമ ചെയ്യാൻ വേണ്ടി. അവർ വരുന്നു പോകുന്നു, സിനിമ ചെയ്തിട്ട് പോകുന്നു. ചിലർ ഫ്ലൈ ബൈ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയാൻ, അവർ വന്ന് ഒരു സിനിമയൊക്കെ ചെയ്തിട്ട് അങ്ങ് പോകും. കാര്യം അവരെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സിനിമ ചെയ്യാൻ ഒരു പ്രത്യേക നാക്കും കൂടെ വേണം. പിന്നെ നമുക്ക് അടിമപ്പണി ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾക്കും സന്തോഷം ഉണ്ടാവണം, തൃപ്തി ഉണ്ടാവണം, അഭിമാനവും ഉണ്ടാവണം, അല്ലേ? അങ്ങനെ നമ്മളൊരു വർക്ക് ചെയ്തിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം സെൽഫ് റെസ്പെക്റ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സിനിമ ചെയ്യുമ്പം ആസ് എ പ്രൊഡ്യൂസർ. അതില്ലാത്ത പണിക്ക് ഞാൻ നിൽക്കില്ല. ആക്ച്വലി ഗുഡ്. എന്നാലും നമുക്കൊരു ഈ പറഞ്ഞ പോലെ ആ ഒരു സെൽഫ് റെസ്പെക്റ്റും ഒരു ഹാപ്പിനെസ്സും ഒരു കോൺഫിഡൻസും വരത്തുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് എന്തായാലും ഇടയ്ക്ക് ഫ്രീ ടൈംസ് കിട്ടുന്ന ടൈം, നിങ്ങൾ ഓൾറെഡി പറഞ്ഞു ട്രാവൽ ചെയ്യുന്ന പരിപാടികൾ, അതല്ലാതെ ട്രാവൽ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഈ അടുത്ത് പോകുന്ന സ്ഥലങ്ങളോ അല്ലെ അങ്ങനെ എന്തെങ്കിലും? ഞങ്ങൾ കൂടുതലും ട്രാവലിംഗ് തന്നെ. അടുത്ത് പോകുന്ന പരിപാടി കുറവാണ്. കൂടി വന്ന ഇവിടെ മോളിലോ അതെന്തെങ്കിലും ഷോപ്പിംഗ്. മോളിലൊക്കെ ഭയങ്കര കുറവ്. എന്താണെന്നറിയോ, മോളിൽ ഇവരെയും കൊണ്ട് പോയാലുള്ള സ്ഥിതി ഇപ്പൊ തന്നെ കണ്ടില്ലേ, പിരിപിരിപ്പാണ്. നമ്മൾ പിടിച്ചാൽ നിൽക്കൂലേ. ഇവരെ രണ്ടുപേരും പോയിട്ട് ഇപ്പോൾ ഓടിപ്പോയി. അതിപ്പോ എനിക്കൊന്നൊരു ലുലുമാളിൽ വെച്ച് അതിങ്ങനെ പിടിച്ചാൽ നിൽക്കുക. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും കല്യാണത്തിനോ എവിടെയെങ്കിലും പോയെന്ന് വെച്ചോ, ഒരൊറ്റ പോക ബ്ലേഡ് പോകുന്ന പോലെ പോകും. പിന്നെ ഇവരെ കാണത്തില്ല എങ്ങോട്ട് പോയെന്ന്. എന്നിട്ട് പിന്നെ ഇപ്പൊ എനിക്ക് യൂസ്ഡായി. എന്താണെന്നറിയോ, ഈ പോയി കഴിഞ്ഞ് കഴിയുമ്പം ഇപ്പൊ എന്റെ മമ്മിയൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ടെൻഷനാവും, അയ്യോ പിള്ളേരെവിടെ എന്ന് പറഞ്ഞു. ഒന്നും വേണ്ട, ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ച് ഇവിടെ തന്നെ വരും. അവർ ബൂമറാങ് പോലെ കറങ്ങി തിരിഞ്ഞ് ഈ കറങ്ങി വരുന്ന സമയത്ത് എല്ലാം കണ്ടുപിടിച്ചിട്ടാണ് വരുന്നത്. അമ്മ വാഷ്റൂം അവിടെ ഉണ്ട്, അത് അവിടെയാണ്, ആ അങ്കിൾ അവിടെ നിപ്പുണ്ട്, ഇവിടെ നിപ്പുണ്ട്, ഒക്കെ കണ്ടുപിടിച്ചിട്ട് കറങ്ങി തിരിഞ്ഞിങ്ങി വരും. അപ്പൊ എനിക്ക് അതുകൊണ്ട് ടെൻഷൻ ഒന്നുമില്ല. ഈ മോളിലൊക്കെ എവിടെയെങ്കിലും കൈവിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ എവിടെയാന്ന് തെരഞ്ഞെടുക്കാൻ. നിങ്ങൾ ആരാണ് കൂടുതൽ, അതായത് ഇപ്പം ചിലർ പറയൂലേ, ഇപ്പൊ 2 പാരന്റ്സ് ഉണ്ടെങ്കിലും ചില ആൾക്കാരെല്ലാം സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുന്ന പാരന്റ് ഉണ്ടാവും. അത് പറയുന്ന എല്ലാം മേടിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ ഭയങ്കര ഓവറായിട്ട്. ചിലർ കുറച്ച് സ്ട്രിക്റ്റ് ആയിരിക്കും, വേണ്ട എന്നെങ്കിലും പറയും. ചിലർക്ക് അത് പറയാൻ തന്നെ ഒരു മടി കാണും. അവർ കുറച്ച് ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് പോലെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സ്ട്രിക്റ്റ് ഞാനെല്ലാം വാങ്ങി കൊടുക്കും. ഞാൻ വാങ്ങി കൊടുക്കില്ല. ഞാൻ പറയും കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അവർക്ക് ഫ്രീഡം കൊടുക്കും എന്തും ചെയ്യാനായിട്ട്. അവര് ഓടി നടക്കട്ടെ, കളിക്കട്ടെ, അല്ലെ മഴയത്തിറങ്ങട്ടെ, ഇതിനൊന്നും എൻ്റെ ഒരു റെസ്ട്രിക്ഷനും ഇല്ല. മഴയത്തിറങ്ങാനോ കളിക്കാനോ, ഇപ്പൊ ഇവർക്ക് ജലദോഷമാണെങ്കിൽ പോലും ഞാൻ മഴയിൽ ഇറക്കാൻ എനിക്ക് കുഴപ്പമില്ല. അങ്ങനെയുള്ള പിന്നെ കളിക്കാൻ എത്ര നേരം കളിച്ചാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ റെസ്ട്രിക്ഷൻ വരുന്ന എവിടാന്ന് വെച്ചാൽ ഫാസ്റ്റ് ഫുഡ്. കാര്യം ഞാൻ അതിന് അനുഭവിക്കുന്ന ഒരാളാ. ഫാസ്റ്റ് ഫുഡും ചോക്ലേറ്റും ഒക്കെ കഴിച്ചിട്ട് തടി കുറയ്ക്കാൻ കിടന്ന് കഷ്ടപ്പെട്ടാലും ഇപ്പൊ നടക്കത്തില്ല. അതിന് അപ്പൊ അത്രയും ബുദ്ധിമുട്ടുള്ള എന്റെ പിള്ളേർ അത് ബുദ്ധിമുട്ടരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഫുഡിന്റെ കാര്യത്തിൽ റെസ്ട്രിക്ഷൻ ഉണ്ട്. അവർ നാടൻ ഫുഡ് എന്തും കഴിച്ചോട്ടെ, ഒരു പ്രശ്നവുമില്ല. ഈ പറഞ്ഞ പോലെ ചേന, ചേമ്പ്, കാച്ചില് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവർ ഇഷ്ടം പോലെ കഴിക്കും. അതിന് എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഈ ഫാസ്റ്റ് ഫുഡ്, പാക്കറ്റ് ഫുഡ്, ഇതിനൊക്കെ റെസ്ട്രിക്ഷനാ. മധുരം, ഷുഗർ കൊടുക്കില്ല, പാല് കൊടുക്കില്ല. എന്റെ കണ്ണ് വെട്ടിച്ചിവര് ഷുഗർ വല്ല നാരങ്ങ വെള്ളത്തിലൊക്കെ കുടിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. അതല്ലെങ്കിൽ ഞാൻ അതിലാണ് എന്റെ റെസ്ട്രിക്ഷൻ ഉള്ളത്. പിന്നെ റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഫോൺ കൊടുക്കില്ല.
പിന്നെ TV അധികം നേരം കാണിക്കില്ല. ഇവര് TV കാണാൻ ഇപ്പൊ ഞാൻ മീറ്റിങ്ങിലൊക്കെ ഇരിക്കുമ്പം അതാ പറഞ്ഞ ഫോൺ തരത്തില്ല. ഞാൻ മീറ്റിങ്ങിലൊക്കെ ഇരിക്കുന്ന സമയത്ത് കുറച്ചു നേരമൊക്കെ ഇവരെ മാനേജ് ചെയ്യുന്ന അച്ഛൻ എന്ത് ചെയ്യും, നേരെ കൊണ്ടുപോയി TV വെച്ചു കൊടുക്കും. അപ്പൊ എനിക്കിവിടെ ഞാൻ റെസ്റ്റ്ലെസ് ആവും. എനിക്ക് TV കാണുന്നുണ്ടെന്നുള്ള തോട്ട് മൈൻഡിൽ വരും. അമ്മേനെ വഴക്ക് പറയും TV ഓഫ് ചെയ്യണ്ട. അങ്ങനെ TV കാണരുത്, ഫോൺ കൊടുക്കരുത്, ഫാസ്റ്റ് ഫുഡ് കൊടുക്കരുത്, പാക്കറ്റ് ഫുഡ് കൊടുക്കരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് എന്റെ റെസ്ട്രിക്ഷൻ. ബാക്കി എല്ലാത്തിലും ഞാൻ ഫ്രീഡം കൊടുക്കും. പിന്നെ പഠിക്കാനാണെങ്കിലും പഠിത്തത്തിന്റെ കാര്യത്തിലും എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പഠിച്ചാൽ മതി. അവര് പയ്യെ അവർക്ക് പഠിക്കണമെന്ന് തോന്നുന്ന സമയത്ത് അവർ തന്നെ പഠിച്ചോളും എന്ന് വിചാരിക്കും. അതുവരെ അവർ കളിച്ചോട്ടെ, അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർ കളിച്ചോട്ടെ. ചേട്ടനും അങ്ങനെ ഒരു ഒപ്പീനിയൻ ഉള്ള ഒരാളാണ്, അതായത് വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നും പഠിത്തത്തിന്റെ കാര്യത്തിൽ ആ കാര്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ്. കൊടുക്കും, പിന്നെ ഇടയ്ക്ക് ഐസ്ക്രീം കൊടുക്കും, ഇടയ്ക്ക് എപ്പോഴും ഇല്ല കേട്ടോ. അതൊക്കെ ഇവക്ക് ഇടയ്ക്ക് പിന്നെ ഞാൻ ടോയ് ഒന്നും അങ്ങനെ അധികം വാങ്ങിച്ചു കൊടുക്കില്ല. പിന്നെ അതെന്താ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും കിട്ടില്ല. അപ്പം ഈ കുട്ടികളെ നമ്മൾ ഈ അത് ചോദിക്കുമ്പോ സാധനങ്ങൾ മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ക്യാമറ ഇവള് പറഞ്ഞില്ലേ വാങ്ങി തരത്തില്ലെന്ന് പറയാം. അതിന് ഞാൻ അതെന്താന്ന് പറഞ്ഞാല് അതെങ്ങനെയാ അമ്മ നിങ്ങൾക്ക് വാങ്ങി തന്നെ? എല്ലാ കടകളിലും കയറി, ഹാംലീസിലൊക്കെ കയറി, എനിക്ക് അത് വേണം ഇത് വേണം അതെടുക്കുന്നു ഇതെടുക്കുന്നു പറഞ്ഞാൽ ഒന്നും നടക്കില്ല. അമ്മയുടെ കയ്യിൽ പൈസ ഇല്ല, പിന്നൊന്നും പറയാനില്ല. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ഒരു ചെറിയ ടോയ്, ഒരു ചെറിയ സാധനം. അപ്പൊ ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം. ഇവര് അവിടെ ഇവിടെ എല്ലാം കയറി എനിക്ക് അത് വേണം ഇത് വേണം എന്ന് പറയുന്നു, ഒന്നും കൊടുക്കുന്നില്ല. അവസാനം ഞാൻ ഏതെങ്കിലും ഒരു ടോയ് എടുക്കാന്ന് പറഞ്ഞപ്പോ ഒരു കുഞ്ഞു ടോയ്, ഇത്ര നീളമുള്ള അതിന്. അപ്പൊ ആ ടോയ് മേടിച്ചു കൊടുത്തു ഞാൻ പറഞ്ഞു അമ്മയുടെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇപ്പൊ പൈസ ഉണ്ടല്ലേ? അപ്പൊ ഞങ്ങള് ഇപ്പൊ എന്ത് പറയുന്നു? പൈസ ഉണ്ടായിരുന്നോ അമ്മയുടെ കയ്യില്? അമ്മയുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നോ മേടിക്കാൻ, ടോയ് മേടിക്കാൻ? ഉണ്ടായിരുന്നോ? അമ്മ അങ്ങനെ പറ്റിക്കരുത് കേട്ടോ. അങ്ങനെ ആവശ്യമില്ല, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചാൽ പോരെ. അനാവശ്യമായിട്ട് സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടേണ്ട കാര്യമില്ല. പിന്നെ കൂടും. ഇന്ന് ഞാൻ ആശനോട് എപ്പോഴും പറയും, ഇപ്പൊ നമ്മളെ കൊണ്ട് അത് അഫോർഡ് ചെയ്യാൻ പറ്റുമായിരിക്കും, നാളെ ഇവര് പറയുന്ന സാധനം നമ്മളെ കൊണ്ട് ചിലപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പല പേരൻസും അനുഭവിക്കുന്ന ഒരു കാര്യം അത്. ആ സമയത്ത് ഈ പിള്ളേർ നമ്മളെ തന്നെ കുറ്റം പറയും, നിങ്ങളെ കൊണ്ട് അത് പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പറയും. അവർക്ക് വേണ്ട സാധനം അവര് വലുതായി വാങ്ങിച്ചോട്ടെ. ചെറിയ ചെറിയ സന്തോഷങ്ങൾ, ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അതൊക്കെയാണ്. അതല്ലാതെ ബാക്കി ഒന്നും ഒരു സാധനവും അവർക്കുള്ളതല്ല, ഞാൻ ഉണ്ടാക്കുന്നത് എനിക്കുള്ളതാ. അതല്ലാതെ ഓഹോ എന്നല്ലേ?